ഞങ്ങൾ നോക്കുമ്പോൾ ഒരു 5 സ്റ്റാർ ഹോട്ടൽ, ഒരു ദിവസം 7,000 രൂപ. നമ്മുടെ ബഡ്ജറ്റ് തെറ്റി. 5 ദിവസം അവിടെ കിടക്കേണ്ടത്. വേറെ ഹോട്ടലില്ല. അന്ന് വേറെ നിവൃത്തിയില്ല, കാശ് കൊടുത്ത് അവിടെ കിടക്കലേ ഉള്ളൂ. അപ്പൊ വേറെ പ്ലാൻ ബി ഇടാനും പറ്റില്ല. കാർഗിലിൽ നിന്ന് പിന്നെ ലേയിലോട്ടും കിലോമീറ്ററോളം പോകണം, അതും ഈ മഞ്ഞിട്ട റോട്ടിൽ കൂടെ. അത് അതിനും വലിയ ഡേഞ്ചറാണ്. അവിടെ നിന്ന് ചിലപ്പോൾ ഫ്ലൈറ്റ് കിട്ടുമായിരിക്കും. വേറെ ഓപ്ഷൻ ഇല്ലാണ്ട് ഞങ്ങൾ 5 ദിവസം അവിടെ നിന്നപ്പോൾ ഭാഗ്യത്തിന് 5 ദിവസം കഴിഞ്ഞപ്പോൾ മിലിറ്ററി മഞ്ഞൊക്കെ മാറ്റി. എന്നിട്ടാണ് പിന്നെ അതുവഴി പോയത്. അപ്പൊ ഇങ്ങനത്തെ പല സിറ്റുവേഷൻ വരും. അതുപോലെ തന്നെ സിക്കിമിൽ വെച്ചിട്ട് നോർത്ത് സിക്കിം പോയിട്ട് തിരിച്ചു വരുമ്പോൾ പോയ റോഡില്ല, മറ്റേ ഉരുൾപൊട്ടൽ വന്ന് റോഡ് മൊത്തം പോയി. അവിടെയും കിടന്നു കുറെ ദിവസം. എന്നിട്ടാണ് പിന്നെ വണ്ടി പോകാനിട്ട് നമ്മളെ പെട്ടിയും ലഗേജൊക്കെ ഇട്ട് ഈ ഉരുൾപൊട്ടലിൽ കൂടി നടന്ന് ക്രോസ് ചെയ്ത് പിന്നെ അപ്പുറത്തൊരു ടാക്സി കിട്ടി. അങ്ങനെയാണ് നമ്മൾ പല സ്ഥലത്തോട്ടൊക്കെ പോയത്. അങ്ങനെ പല സിറ്റുവേഷനിലും വരും. പിന്നെ ഇതുപോലെ തന്നെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയ സമയത്ത് കൊറോണ അടിച്ചിട്ട് ശ്വാസം കിട്ടുന്നുണ്ടായില്ല. അപ്പൊ നമ്മള് ഒരു 9 കിലോമീറ്ററും കൂടി ഉള്ളായിരുന്നു മെയിൻ എൻഡ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മളൊരു ഹെലികോപ്റ്റർ എടുത്ത് തിരിച്ചു വന്ന് 10 ദിവസം കൊറോണ അടിച്ചിട്ട് നേപ്പാളില് കാഠ്മണ്ഡുവിൽ സ്റ്റേ. അപ്പൊ ലോക്ക്ഡൌൺ ആയി. കാഠ്മണ്ഡു ഫുള്ള് ലോക്ക്ഡൌൺ, ഫ്ലൈറ്റ് ഇല്ല, ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. 10 ദിവസം അവിടെ കിടന്ന ഹോട്ടലിൽ, വേറെ തീർത്തില്ല. അതും കൊറോണ ആയിട്ട് ആരുമില്ല ഹെൽപ്പ് ചെയ്യാനും. അങ്ങനെ പല സിറ്റുവേഷൻ കൂടി പോകും. പല എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു യാത്രയാണ്. നമുക്ക് ജീവിതത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമായിട്ട് തോന്നാറില്ല. കാരണം ഇതിനും വലിയ പ്രശ്നമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഇനിയിപ്പോ വന്നാൽ തന്നെ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇതിങ്ങനെ കഴിഞ്ഞു പോവും, ഒന്നും സംഭവിക്കാനില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ വരും. അപ്പൊ എത്ര വലിയ പ്രശ്നം വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറയാൻ പറ്റില്ല കേട്ടാ. പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു, അതൊക്കെ ഈ യാത്രയിൽ കൂടി പഠിക്കുന്ന. കാരണം നമ്മൾ നിരന്തര യാത്രയിൽ എല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ലല്ലോ. പല സിറ്റുവേഷനിൽ ഇതുപോലെ മാറി മറിഞ്ഞൊക്കെ വരും. അപ്പൊ അതൊക്കെ ഓരോ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും. അതൊക്കെ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന നല്ല കാര്യങ്ങളാണ്. ഇപ്പൊ ഈ പറഞ്ഞ മറ്റേ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു, 5 ദിവസം താമസിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പം ഈ പല ചില ട്രാവൽ ബ്ലോഗേഴ്സ് ടെന്റ് കൊണ്ട് നടക്കുന്നതും ടെന്റിൽ താമസിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു ഓപ്ഷൻ ആക്കി അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? അപ്പം ടെന്റ് ആയിട്ട് മാത്രം പോയിട്ടില്ല. പക്ഷെ നമ്മൾ ടെന്റ് ഓരോ സ്ഥലത്ത് ചെന്നിട്ട് ടെന്റിലൊക്കെ താമസിച്ചിട്ടൊക്കെ ഉണ്ട് പല സ്ഥലങ്ങളിലും. ഇപ്പൊ ലഡാക്കിൽ തന്നെ അങ്ങനെ നമ്മൾ താമസിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും എപ്പോഴും പോസിബിൾ അല്ല. ഒരു -डिग्री ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് ടെന്റിൽ കിടക്കാൻ പറ്റില്ല, മരിച്ചു പോകും. വിറ്റോസ് എണീക്കില്ല. അല്ലെങ്കിൽ പിന്നെ അത്രയും ടെന്റിന്റെ ഒപ്പം തന്നെ മറ്റേ സ്ലീപ്പിംഗ് ബാഗ് ഉപയോഗിക്കണം, -20 അല്ലെങ്കിൽ കാലാവസ്ഥക്ക് പറ്റിയത്. അല്ലെങ്കിൽ ടെന്റിൽ കിടക്കൽ പോസിബിൾ അല്ല, ഹോട്ടലിൽ തന്നെ കിടക്കേണ്ടി വരും. അത് ഓരോ കാലാവസ്ഥയും ഓരോ സ്ഥലങ്ങളുടെ പ്രത്യേകത ഒക്കെ അനുസരിച്ച് പറ്റുള്ളൂ. കാലാവസ്ഥ മോശമാണെങ്കിൽ ടെന്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പൊ ചിലപ്പോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹോട്ടലൊന്നും ഇല്ലെങ്കിൽ 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ കിടക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഏതെങ്കിലും അവിടുത്തെ ലോക്കൽ ഹെൽപ്പ് ചെയ്തിട്ട് അയാളുടെ വീട്ടിൽ കിടക്കണം. അങ്ങനെ പല സിറ്റുവേഷനാണ്. എന്ത് സിറ്റുവേഷൻ വന്നാലും തരണം ചെയ്യും. ഇപ്പൊ ഈ ലോക്കൽ ഹെൽപ്പ് ചെയ്യുന്ന പറയുമ്പോൾ അങ്ങനെ ഏതെങ്കിലും കിട്ടിയിട്ട് സൗഹൃദം ഉണ്ടോ? ഉണ്ട്. ഞാനിപ്പോ ഇന്തോനേഷ്യ പോയ, ഞാൻ താമസിച്ച സ്ഥലത്തെ ആൾക്കാരൊക്കെ ആയിട്ട് എനിക്കിപ്പോഴും കണക്ഷൻ ഉണ്ട്. പല നാട്ടിലെ ആൾക്കാരായിട്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കലൊക്കെ ഉണ്ട്. ഇനി വരുമ്പോൾ കാണണം. ഞാൻ പിന്നെ വീണ്ടും അങ്ങോട്ട് യാത്ര ചെയ്യാത്തോണ്ടാണ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പണ്ട് പോയ വീഡിയോയിലൊക്കെ കണ്ട ആൾക്കാരെ വീണ്ടും കാണണമെന്നുണ്ട്. ഇടയ്ക്ക് പോകുമ്പോൾ പിന്നെ അങ്ങോട്ട് പോകണത് ഒരു എക്സ്പെൻസാണ്. നമുക്ക് പിന്നെ വേറെ കാര്യമില്ലാത്തതുകൊണ്ട് ആണ് അങ്ങോട്ട് പോവാത്തെ. അത് ഈ പണ്ട് പോയ ആൾക്കാരൊക്കെ ആയിട്ട് ഇപ്പോഴും അറിയാം, പല സ്ഥലത്തും താമസിച്ച ആൾക്കാരെ. നമ്മൾ ഇരിക്കുന്ന പാകിസ്ഥാൻ യാത്രയെ പറ്റി ചോദിക്കാനാണ്. പക്ഷെ അതിലേക്ക് എത്തുന്നതിന് മുന്നേ നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആദ്യം കണ്ടു വളരുന്നത് സന്തോഷ് ജോർജ് കുളങ്ങര ആളുടെ യാത്രകളായിരിക്കും. ഒരു പക്ഷെ ആളുടെ യാത്രകള് ഈ ഒരു പാത പിന്തുടരാൻ വേണ്ടി ഞാനൊക്കെ ചെറുപ്പം ഇൻസ്പിറേഷൻ അങ്ങനെ ആയിട്ടില്ലേ? അതെ. പണ്ട് ഏഷ്യാനെറ്റിൽ വരുമ്പോ ഞാൻ ഇത് കാണാൻ വേണ്ടി മാത്രം ഇരിക്കുമായിരുന്നു. സഞ്ചാരം സ്ഥിരം പരിപാടി. പിന്നെ ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉള്ളതുകൊണ്ട് യൂട്യൂബിൽ കാണുന്നു. എല്ലാം അത് ഭയങ്കര ഇൻസ്പയർ ആയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ മനസ്സിലോട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഉള്ള ഒരു സാധനമൊക്കെ വന്നത്. ഇപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോസിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പം അമേരിക്കയിൽ അദ്ദേഹം പല ആവർത്തി പോയിട്ടുണ്ട്. പക്ഷെ ഓരോ തവണ ചെല്ലുന്നവരും നമ്മൾ ഓരോ സ്ഥലങ്ങൾ കാണാം. ഇപ്പൊ ഇന്തോനേഷ്യയിൽ വീണ്ടും രണ്ടാമത് പോകുന്നില്ല എന്നുള്ള പറഞ്ഞ അല്ല പോണ്ടി വരും വെച്ചാല് നമ്മള്. അല്ലെങ്കിൽ പിന്നെ ഇന്തോനേഷ്യ എന്നൊക്കെ പറഞ്ഞാൽ 5000 കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യം. പല പല ദ്വീപുകളുണ്ട്, പല സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡായിരിക്കും കവർ ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് ട്രിപ്പില് അടുത്ത സ്ഥലത്ത് പോകും. അങ്ങനെ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ USA ആണെങ്കിൽ അതും വലിയ രാജ്യം, 3 ടൈം സോൺ ഉണ്ട് അമേരിക്കയിൽ മാത്രം. അപ്പൊ ചിലപ്പോ ഒറ്റത്തവണ യാത്രയിൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഭീകര എക്സ്പെൻസ് വരും. അപ്പൊ എന്റെ പ്ലാൻ എന്ന് വെച്ചാൽ ഒരു സൈഡ് കവർ ചെയ്യാം. വലിയ രാജ്യമാണെങ്കിൽ
പിന്നെ ഈസ്റ്റ് സൈഡ് കിഴക്ക് സൈഡ് മാത്രം കവർ ചെയ്യുക പോവുക, എന്നിട്ട് വേറെ ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് പോവുക, അടുത്ത ഭാഗം കവർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാലോ. അങ്ങനെ അപ്പൊ അങ്ങനെയുണ്ട്. ഇപ്പൊ ഇന്തോനേഷ്യ തന്നെ ഞാനിപ്പോ സുമാത്ര, ജാവ, ബാലി ആ ഏരിയ മാത്രമേ പോയിട്ടുള്ളൂ. ഇതല്ലാണ്ട് വേറെ കളിമന്ത എന്ന് പറഞ്ഞ സ്ഥലവും പിന്നെ വെസ്റ്റ് പാപ്പോ എന്നൊക്കെ പറയുന്ന കുറെ ഏരിയകളുണ്ട്. ഓക്കെ. അതിങ്ങനെ നീണ്ടു തീർന്ന് നടക്കണം. ഇതൊന്നും തീരത്തില്ല. ഇതൊന്നും ഇന്ത്യ തന്നെ കണ്ടുതരും. ഇപ്പൊ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ് ചെയ്യാൻ പോയി, പക്ഷെ ഇന്ത്യയിലെ എല്ലാ കാഴ്ചകളും കണ്ടോന്ന് വെച്ചില്ല. ഇല്ല, കാരണം അത് ഇന്നും തീരില്ല, കാരണം ഇത് ഇങ്ങനെ കിടക്കല്ലേ. അതെ. അപ്പൊ ഒരു കുറേശ്ശെ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. കുറച്ചു കാലം മുൻപ് വരെ നമുക്ക് ട്രാവൽ വ്ളോഗേഴ്സിനെ 2 ആയിട്ട് തിരിക്കായിരുന്നു. ഒന്ന് സന്തോഷ് ജോർജ് കുളങ്കരെ, ഒന്ന് മറ്റുള്ള എല്ലാവരും നമുക്ക് വേണേൽ പറയാം. സന്തോഷ് ജോർജ് കുളങ്കര സ്വയം പ്രൊജക്ട് ചെയ്യുന്നില്ല, അദ്ദേഹം വിഷ്വൽ മാത്രമേ കാണുന്നുള്ളൂ. മറ്റു പല വ്ളോഗേഴ്സും ഒരു സ്ഥലം കാണുന്നു, അതിന്റെ ഡീറ്റെയിൽ ഒന്നും കാര്യമായിട്ട് പറയാത്ത രീതിയിൽ അത് കാണിച്ചു വിടുന്ന രീതിയിൽ പോകുന്ന ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ട്. പിന്നീട് എനിക്കൊന്ന് ഷെറിനും വേറെ 1-2 പേരും കൂടെ വരുന്ന സമയത്തൊക്കെയാണ് നിങ്ങൾ ഹിസ്റ്ററി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വോയിസ് ഓവർ കൊടുത്തിട്ട് ഹിസ്റ്ററി പറയുന്നു. ശരിക്കും ഒരു സ്ഥലം കണ്ടു, ഇത് ഗംഭീരമാണെന്ന് പറഞ്ഞു പോകുന്നതിലും ഇതിന്റെ ഒരു ഹിസ്റ്ററി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി കാണുന്നവരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞ സാധനമുണ്ടല്ലോ. സഞ്ചാരത്തിൽ 100% അത് തന്നെ ചെയ്യുന്നത്. ഷെറിനൊക്കെ അതേ ഒരു പാത തന്നെ പിന്തുടർന്ന് അതിന്റെ ഹിസ്റ്ററി പഠിച്ച് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു? കാരണം നോർമലി നമുക്ക് ഇങ്ങനെ എടുത്ത് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ സ്ഥലം കൊള്ളാന്ന് പറഞ്ഞ് അവിടുത്തെ ആൾക്കാരോട് സംസാരിച്ച് അങ്ങനെയും പോകാം, അങ്ങനെയും ചെയ്യുന്ന ആളുകളുണ്ട്. അതും ഒരു രീതിയാണ്, അത് എളുപ്പമാണ്. ഈ ഹിസ്റ്ററി പഠിച്ച് പറയാം, ആ ഒരു പാത പിന്തുടരാനുള്ള റീസൺ എന്താ? അതായത് ആദ്യം തന്നെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഈ സന്തോഷ് സാറ് ചെയ്യുന്ന സാധനം വേറെ, നമ്മൾ ചെയ്യുന്നത് വേറെ. ഇത് എല്ലാം ഒരേ, ഇപ്പൊ ട്രാവൽ ചെയ്യുന്നു, ഷൂട്ട് ചെയ്യുന്നു, നിങ്ങൾ യൂട്യൂബിലോ ടിവിയിലോ കാണുന്നു, ഇത് പാറ്റേൺ ഒരുപോലെ ഇരിക്കും എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത് കമ്പയർ ചെയ്യുന്നത്. ആക്ച്വലി അദ്ദേഹം ചെയ്യുന്നത് ഡോക്യുമെന്ററിയാ, വ്ളോഗർ അല്ല അദ്ദേഹം മാധ്യമപ്രവർത്തനാണ്. അതുപോലെ സഞ്ചാരം എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററിയാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നതിനാണ് വ്ളോഗ്സ് എന്ന് പറയുന്നത്. അതായത് മുഖം കാണിച്ചു അതിനാണ്. അതായത് ഈ പലർക്കും ഇതിന്റെ ഡെഫിനേഷൻ അറിയത്തില്ല. ഇത് വീഡിയോ ബ്ലോഗിംഗ് എന്ന് പറയും. ബ്ലോഗിംഗ് എന്നുവെച്ചാൽ ഇന്റർനെറ്റിൽ എഴുതുന്നതിനാണ് ബ്ലോഗിംഗ് എന്ന് പറയുന്നത്. അതിന്റെ തന്നെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതിനാണ് വീഡിയോ വ്ളോഗിംഗ് എന്ന് പറയുന്നത്. ഈ വീഡിയോ വ്ളോഗിങ്ങിന്റെ ഷോർട്ട് ഫോം ആണ് വ്ളോഗ്. അത് ചെയ്യുന്നതിനെ വ്ളോഗർ എന്ന് വിളിക്കുന്നു. അതാണ് അതിന്റെ ബേസിക് സംഭവം. അപ്പൊ അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ എക്സ്പീരിയൻസുകൾ ഒക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അത് രണ്ടും 2 സാധനമാണ്. അപ്പൊ ഇപ്പൊ എന്റെ വീഡിയോയിലെ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ്. എനിക്ക് ഹിസ്റ്ററി ഭയങ്കര ഇഷ്ടമാണ്. ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണ് ഞാൻ മെയിൻ എപ്പോഴും പോകുന്നത്. പല ഇപ്പൊ എക്സാമ്പിൾ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ പലർക്കും ഒരു രാജ്യത്ത് തന്നെ മ്യൂസിയം കാണാൻ ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ വെച്ചാൽ ഞാൻ എല്ലാ ചെറിയ മ്യൂസിയവും കയറി കാണും, എന്നിട്ട് ആ മ്യൂസിയത്തിലുള്ളത് കാണിക്കുകയും ചെയ്യും. പലരും അത് ജസ്റ്റ് ഇതാണ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോയിരിക്കും. അപ്പൊ അത് ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിരിക്കും. ഓക്കെ. അപ്പൊ അത് എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ അത് കാണിക്കുന്നു. പിന്നെ എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഈ സാധനം ഇന്നതാണ്, ഇതിന്റെ ഹിസ്റ്ററി ഇതാണെന്ന് പറഞ്ഞ് കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു എന്താ പോലെയാണ്. കാരണം അവിടെ ചെന്നിട്ട് ഇത് കാണിച്ച് അതിന്റെ ഹിസ്റ്ററി കൂടി പറയണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് എൻ്റെ ഒരു രീതി, എനിക്കത് ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫോളോ ചെയ്യണം. ഈ